മൃദംഗ ശൈലേശ്വരി കണ്ണൂർ ജില്ലയിലെ മുഴക്കുന്ന് എന്ന പുരാതന ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് മൃദംഗ ശൈലേശ്വരി. പരശുരാമൻ പ്രതിഷ്ഠിച്ച 108 ദുർഗാക്ഷേത്രങ്ങളിൽ ഒന്നാണ് മൃദംഗ ശൈലേശ്വരി. ക്ഷേത്രത്തിൻ്റെ പേരുമായി ബന്ധപ്പെട്ടു തന്നെ നിരവധി ഐതിഹ്യങ്ങളുണ്ട്. ദേവിയുടെ സംഗീതത്തിൻ്റെ ബന്ധത്തിൽ നിന്നാണ് മൃദംഗ ശൈലേശ്വരി എന്ന പേര് ലഭിച്ചത്. ദേവലോകത്തു നിന്ന് മിഴാവ് എന്ന വാദ്യോപകരണത്തിൻ്റെ രൂപത്തിൽ ദേവി സ്വയംഭൂവായി ഉയർന്നു വന്നുവെന്നും ആ ചൈതന്യത്തെ ആവാഹിച്ച് പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയെന്നുമാണ് ഐതിഹ്യം. മിഴാവ് ദേവവാദ്യമായും വാദ്യങ്ങളുടെ മാതാവായും കണക്കാക്കപ്പെടുന്നു. മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ വഴിപാട് നെയ്വിളക്കാണ്. നെയ്വിളക്ക് വച്ച് മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ ഏത് കാര്യവും സാധിക്കുമെന്നാണ് വിശ്വാസം. മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി, ദുർഗാരൂപിണിയായി ഇവിടെ കുടികൊള്ളുന്നു. കേരളത്തിൻ്റെ തനത് കലാരൂപമായ കഥകളിയുടെ ഉദ്ഭവവുമായി ബന്ധപ്പെട്ട് കോട്ടയം രാജവംശത്തിൻ്റെ പ്രതിഭാശാലിയായ രാജാവായിരുന്ന കോട്ടയം തമ്പുരാനാണ് കഥകളിയുടെ ഉപജ്ഞാതാവ്. അദ്ദേഹത്തിൻ്റെ ആട്ടക്കഥകളായ ഭഗവതം, കിർമീരവതം, കല്യാണ സൗഗന്ധികം, നിവാദ കവച കാലകേയവതം എന്നിവ ഈ ക്ഷേത്രസന്നിധിയിൽ വച്ചാണ് രചിച്ചതെന്നാണ് വിശ്വാസം. കഥകളിയിലെ വേഷവിധാനങ്ങൾ ചിട്ടപ്പെടുത്തുന്ന സമയത്ത് അദ്ദേഹത്തിന് സ്ത്രീവേഷം എങ്ങനെ ചെയ്യണമെന്ന് ആശയക്കുഴപ്പമുണ്ടായത്രേ. ഇതിൽ ദുഃഖിതനായി ക്ഷേത്രകുളത്തിൽ ധ്യാനിച്ചിരുന്നപ്പോൾ ദേവി കഥകളിയിലെ സ്ത്രീരൂപമായ മിനുക്കുവേഷത്തിൽ പ്രത്യക്ഷപ്പെട്ടു അത്രേ. ആ വേഷത്തിലാണ് തമ്പുരാൻ സ്ത്രീവേഷം ചിട്ടപ്പെടുത്തിയെന്നുമാണ് ഐതിഹ്യം. കേരളവർമ്മ പഴശ്ശിരാജയുടെ കുലദേവതയായും മുഴക്കുന്നിലമ്മ അറിയപ്പെടുന്നു. ഈ ക്ഷേത്രത്തിലെ വിഗ്രഹം 3 തവണ മോഷണം പോയിട്ടും ഈ വിഗ്രഹം കള്ളന്മാർക്ക് കൊണ്ടുപോകാനായില്ലത്രേ. ഭാരം താങ്ങാനാവാതെ വിഗ്രഹം ഉപേക്ഷിച്ചു പോയുമെന്നുമാണ് വിശ്വാസം. ഈ സംഭവം ദേവിയുടെ അദൃശ്യശക്തിയുടെ തെളിവായി ഭക്തർ വിശ്വസിക്കുന്നു. എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹമുണ്ടാകട്ടെ. ഇന്നത്തെ ദിവസം ദേവിയുടെ ഉച്ചശീവേലിയാണ്. ശീവേലി തൊഴുതുകൊണ്ട് ദേവിയോട് നമുക്കും പ്രാർത്ഥിക്കാം. ദേവി പ്രസീദ പ്രപന്നാർത്തിനാശനേ, ദേവി പ്രസീദ ലോകത്രയമാതാവേ, ദേവി ചരാചരങ്ങൾക്കെല്ലാം ഈശ്വരി, ദേവി ചരണസരോജം നമോസ്തുതേ, ദേവി ചരണസരോജം നമോസ്തുതേ.